സുഗന്ധവാഹിനി അമ്മേ നിൻ സുതനെ വാഴ്ത്തുന്നു. സ്നേഹമുള്ള സഹോദരങ്ങളെ, പ്രഭാതവന്ദനം. ഇന്നത്തെ സുവിശേഷം വായിക്കുമ്പോൾ യേശുവിനെ തിരിച്ചറിഞ്ഞവരുടെ ഒരു പ്രത്യേകത ഇതിൽ പറയുന്നുണ്ട്. അവർ ഓടി നടന്നു. ആൾക്കാർ ആരൊക്കെയാണ് അസുഖമുള്ളതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവരെല്ലാം തിരക്കി പിടിച്ച് യേശുവിൻ്റെ പക്കലേക്ക് കൊണ്ടുവരുന്നു. അവരുടെ റിലേറ്റീവ്സ് മാത്രമല്ല, അവർക്ക് എങ്ങനെയൊക്കെ ഒരാളെ സഹായിക്കാൻ പറ്റുമോ അങ്ങനെയൊക്കെ സഹായിക്കാനുള്ളൊരു മനസ്സ് അവർക്ക് വളർന്നു കിട്ടി. സ്നേഹമുള്ള സഹോദര സഹോദരി, നിനക്ക് അങ്ങനെയൊരു മനസ്സ് വളർന്നോ? അവരെ സഹായിക്കണം, വേണ്ട രീതിയിൽ അവന് ഒരു ആശ്വാസം കൊടുക്കണം എന്ന ഒരു ചിന്ത നിനക്കുണ്ടാവുന്നുണ്ടോ? ഉണ്ടെങ്കിൽ നീ യേശുവിൽ വളർന്നുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ്. യേശുവിനെ തിരിച്ചറിഞ്ഞിട്ടും എൻ്റെ സ്വാർത്ഥപരമായ കാര്യങ്ങൾക്ക് വേണ്ടി തന്നെയാണ് ഞാൻ ഇന്നും യാത്ര ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും അത് വളർച്ച എത്താത്ത വ്യക്തികളുടെ ഒരു ലക്ഷണമാണ്. എന്നാൽ വളർച്ച പ്രാപിക്കുന്നവരുടെ ആ ഒരു ലക്ഷണം എന്ന് പറയുന്നത് തനിക്ക് അനുഭവിച്ച അതേ സൗഖ്യം അല്ലെങ്കിൽ തൻ്റെ ചുറ്റുവട്ടത്തുമുള്ളവരും ആ സൗഖ്യം അനുഭവിക്കണമെന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടാവുകയും അതിനുവേണ്ടി ഓടി നടന്ന് മറ്റുള്ളവരെ യേശുവിൻ്റെ സന്നിധിയിൽ എത്തിക്കുവാൻ ശ്രമിക്കുകയും ചെയ്യും. അങ്ങനെയുള്ളൊരു കൃപാവരം നമുക്ക് ഏവർക്കും ലഭിക്കട്ടെ. അതിനായി പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മയെ സഹായിക്കണേ. വിശുദ്ധ യോസേപ്പ് പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. പരിശുദ്ധാത്മാവേ, എഴുന്നള്ളി വരണേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും സഹവാസവും സ്നേഹവും ശക്തിയും കൃപയും എല്ലാ അനുഗ്രഹങ്ങളും സമൃദ്ധമായി നിങ്ങൾ ഏവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സുഗന്ധവാഹിനി അമ്മേ നിൻ സുതനെ വാഴ്ത്തുന്നു. സുഗന്ധവാഹിനി അമ്മേ നിൻ സുതനെ വാഴ്ത്തുന്നു. സുഗന്ധവാഹിനി അമ്മേ നിൻ സുതനെ വാഴ്ത്തുന്നു. സുഹൃതങ്ങൾ നിറഞ്ഞിടാൻ സുതനെ വാഴ്ത്തുന്നു. സുഹൃതങ്ങൾ നിറഞ്ഞിടാൻ സുതനെ വാഴ്ത്തുന്നു. സുഗന്ധവാഹിനി അമ്മേ നിൻ സുതനെ വാഴ്ത്തുന്നു. സുഗന്ധവാഹിനി അമ്മേ നിൻ സുതനെ വാഴ്ത്തുന്നു.